സത്യത്തിന്റെ ആത്മാവ്. യോഹന്നാൻ 16:13 സത്യാത്മാവ് വരുമ്പോൾ അവിടുന്ന് നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പൊ കത്തോലിക്ക തിരുസഭ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുന്നു. സത്യത്തിന്റെ പൂർണ്ണത ഉള്ളത് കാരണം പരിശുദ്ധാത്മാവിന്റെ ആലയമായ സഭയായതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ മാറ്റി സത്യം നിറയണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കുക. പലരും കമന്റിൽ ചോദിച്ചു, പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അഭിഷേകമില്ല എന്നൊക്കെ. അതിന് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ഫോക്കസ് മാറിയിട്ടുണ്ടാവും. നമ്മൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നില്ല, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നില്ല, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം കൊണ്ട് മാത്രം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക. നമ്മുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കരുത്. നമുക്കറിയാം റോമാലേഖനത്തിൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള വചനമാണ്. 8-ാം അധ്യായത്തിൽ 20, 24, 25, 26, 27 ആ ഭാഗങ്ങളിലൊക്കെ പറയുന്നുണ്ട്. 28 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതായത് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആത്മാവ്